കനകമ്മയുടെ മരണം. ഈ കഥ എഴുതിയത് ഡോക്ടർ അനിൽകുമാർ SD. കനകമ്മയുടെ മരണം ഒരു കൊലപാതകമാണ്. 20 വർഷമായി കൂടെ താമസിച്ചിരുന്ന കഞ്ചാവ് മണിയൻ ഒറ്റ വെട്ടിന് കൊരവള്ളി മുറിച്ചു കൊന്നു. സംഭവം നടന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 4 മണിക്കൂറായി കാണും. കനകമ്മ മധുരക്കാരിയാണ്. ഇപ്പോൾ മലയാളം മണിമണി പോലെ പറയും. മണിയമ്മയും മകൾ കനകമ്മയും അട്ടപ്പാടിയിൽ വന്നിട്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏതോ ചെട്ടിയാരുടെ മടിയെടുത്ത് പൊൻപണവുമായാണ് മണിയമ്മയും 10 വയസ്സുള്ള കനകമ്മയും 40 വർഷം മുമ്പ് ഇവിടെ ചേക്കേറിയത്. നാട്ടിൽ വന്ന് 40 ഏക്കർ കാപ്പിത്തോട്ടവും നടുവിൽ ഒരു കെട്ടിടവും വാങ്ങിച്ചു. പ്രതാപത്തിലാണ് അവരുടെ പൊറുതി. അങ്ങനെയാണ് അട്ടപ്പാടിയിൽ തുടങ്ങിയത്. കണ്ടാൽ മതാലസിയായ മണിയമ്മ നാട്ടിലെ തൈക്കളവന്മാരുടെ കണ്ണിലെ ലഹരിയും കിട്ടാക്കെറിവിൻ്റെ തീരാത്ത കണ്ണുകടിയുമായിരുന്നു. ചീത്തപ്പേരുകളും മിക്കിലി കഥകളും മണിയമ്മയ്ക്കും മകൾക്കും നാട്ടുകാർ ചാർത്തിക്കൊടുത്തുകൊണ്ടിരുന്നു. ഒരു കഥാകാരൻ എന്ന നിലയിൽ ഒരു തെളിവും മുന്നോട്ട് വയ്ക്കാനില്ലാത്തതിനാൽ ഞാൻ ഈ പരദൂഷണങ്ങളെ തള്ളിക്കളയുന്നു. പരദൂഷണങ്ങൾ എഴുതിക്കൂട്ടി ഈ കഥയെ ഇക്കിളി കഥയാക്കാനും തൽക്കാനും താല്പര്യമില്ല. എന്നാലും 20 വർഷം കൂടെ താമസിച്ചു. സകല സൗഭാഗ്യങ്ങളും നൽകിയ കനകമ്മയെ എന്തിനാണ് കഞ്ചാവ് മണിയന് ഒറ്റവെട്ടിന് കൊരവള്ളി പിളർന്ന് കൊന്നത്? ഏതെങ്കിലും അവിവിഹിതമാണോ? 7 വർഷം മുമ്പ് മരിച്ചു കിടന്ന മണിയമ്മയെ മണിയനും കനകമ്മയും ചേർന്ന് കൊന്നിട്ട് കിടത്തിയതാണോ? യൗവനം പാഴായി കിളവന്മാരായ എൻ്റെ നാട്ടിലെ കണ്ണുകടി കിളവന്മാരുടെ എക്കാലത്തെയും സംശയവും കൂട്ടത്തിലുണ്ട്. ഈ മാദകത്തിടമ്പായ കനകമ്മ എന്തിനാണ് കുരങ്ങുമോറൻ കഞ്ചാവ് മണിയനെ കെട്ടിയത്? നാട്ടുകാരിൽ 40% പേർക്കും കനകമ്മയുടെ അവർക്ക് പോലും തിരിച്ചറിയാനാവാത്ത അവിഹിതങ്ങൾ മടുത്തിട്ടാണ് മണിയൻ കൊന്നത്. 37% നാട്ടുകാർക്ക് രണ്ടുപേരും ഒരേപോലെ അവിഹിതക്കാർ. പരസ്പരം കൊന്നിരുന്നെങ്കിൽ നാട് നന്നായേനെ. ഒന്നിനെങ്കിലും കൊന്ന നന്നായി എന്ന ലൈൻ. ബാക്കി 23% തെണ്ടികളും പെറുക്കികളും എഴുത്തുകാരും കണ്ണും കാതും തുറക്കാത്തവരും ദൈവങ്ങളും സാത്താന്മാരും ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് രാവും പകലും ഓരോ അഭിപ്രായമാണ്. മണിക്കൂർ തോറും അഭിപ്രായം വേവിച്ചെടുക്കുന്ന ഒരു ഫാക്ടറി ഉള്ളവരാണ്. കനകമ്മയുടെ മരണകാരണം ഒരു അളിഞ്ഞ ചർച്ചയായിരിക്കുകയാണല്ലോ. മാത്രമല്ല തലച്ചിത്രം പോലെ ഞാനൊരു കൊലപാതകവും ചില അവിവിധ സൂചനകളും നൽകി നിങ്ങളെ കഥ പറയാൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു പോയല്ലോ. അതുകൊണ്ട് യഥാർത്ഥ കഥ അറിയാൻ നമുക്ക് കനകമ്മയോട് തന്നെ ചോദിക്കാം. കഥയല്ലേ, ശവത്തിനോടും ഭാവനയിൽ ചോദിക്കാം. മണിയനെ കെട്ടിയതിൻ്റെ ഹാസ്യവശം ചോദിച്ചപ്പോൾ കനകമ്മയ്ക്ക് ചിരി വന്നു. എടാ ചള്ളു ചെറുക്ക, ആണിൻ്റെ വില പെണ്ണിൻ്റെ മനസ്സിലും കണക്കുകൂട്ടലും മിടുക്കത്തിലും ഉശിരില്ലാത്ത വായി നോക്കിയാൽ പലതും പറയും. മണിയമ്മയെ ഞാനും കെട്ടിയവനും കൂടി ഒതളങ്ങ കൊടുത്തു കൊന്നതാ. പ്രായമായിട്ടും വഴിവിട്ട മോഹം കിളിച്ചാൽ മൂട്ടിൽ വെട്ടണ്ടേ? പിന്നെ എന്നെ വെട്ടിയതും കൊന്നതും തെറ്റിദ്ധാരണ കൊണ്ടാണ്. എല്ലാവരോടും എല്ലാം തുറന്നു പറയാനാവില്ലല്ലോ. എങ്കിലും ആ സത്യം തന്നോട് തുറന്നു പറയാം. ഈയിടെയായി എന്നെ കാണാനായി മധുരയിൽ നിന്നും ഒരു ചെട്ടിയാർ വരുന്നുണ്ട്. വലിയ ദുരന്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങേരുടെ ചോര വഴിതെറ്റി മണിയമ്മയിൽ വീണതാണ് ഞാൻ. അത് അങ്ങേര് തുറന്നു പറഞ്ഞാൽ അച്ഛൻ്റെ മാനം എൻ്റെ മാനമല്ലേ? മണിയനല്ല, ആര് ചോദിച്ചാലും ചെട്ടിയാരുടെ കഥ ഞാൻ പറയില്ല. പിന്നെ മണിയനുമാണല്ലേ. അസൂയ നിറഞ്ഞ ആത്മവിശ്വാസമില്ലാത്തതാണ്. അച്ഛനെപ്പോലും ജാരനാക്കുന്ന പുരുഷ സിംഹം. അവൻ എൻ്റെ കൊരവള്ളി കുഴിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ കൊരവള്ളിയിലിരിക്കുന്ന രഹസ്യം കാണാനാവില്ല. അതാണ് ചെക്ക പെണ്ണ്. പേര് കനകമ്മയോ മണിയമ്മയോ നിൻ്റെ അമ്മയോ ചെട്ടിയോളോ ആരെങ്കിലും ആയാലെന്താ? നിനക്ക് എന്തിൻ്റെ കേടാ ചള്ളു ചെക്ക? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.